പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 120-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവ പൈതല്, കഷ്ടതയുടെ നാടുകളിൽ നാം നിലവിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. മനുഷ്യരുടെ മുമ്പിൽ നിലവിളിച്ച് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നമ്മൾ ഓടി നടക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവം നമ്മുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ദൈവമാണ്. അനേകമായ വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുമ്പോൾ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന നിലയിൽ പലരോടും ചോദിച്ചിട്ടും അതിന് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ പക്കൽ സകല ഉത്തരവുമുണ്ട്. ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും. വചനം ഇങ്ങനെ പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മൂന്നാമത്തേത് മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നാം ദൈവത്തോട് ചോദിക്കുന്ന സകല ചോദ്യങ്ങൾക്കും ദൈവം ഉത്തരം നൽകുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറയുക. നിന്റെ ആവശ്യത്തിൻ്റെ തീഷ്ണത എത്ര വലിയതാണെങ്കിലും അതിൻ്റെ അവസ്ഥ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ പകൽക്കാലം നമ്മുടെ കഷ്ടതയിൽ ഉരുതിരിഞ്ഞു വരുന്ന പല ചോദ്യങ്ങൾക്കും, അതേ, ഇയ്യോബ് ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം ദൈവം ഇയ്യോബിന് കൊടുത്തെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയുടെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം ഉത്തരമായി നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവത്തോട് പറയുക, നമ്മുടെ സകല ചോദ്യങ്ങളും ദൈവത്തോട് പറയുക. ദൈവം ഉത്തരം നൽകും. നിങ്ങളുടെ വഴിയാത്രയിൽ നിങ്ങൾ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സാഹചര്യമാണോ? ഇന്ന് പകൽക്കാലം ഉത്തരമായി ദൈവം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സഹായമായി, നിങ്ങളുടെ വഴിതെറ്റി നിൽക്കുമ്പോൾ വഴികാട്ടിയായി കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. തളർന്നു പോകരുത്, അതേ, വീണു പോകരുത്, വിഷമിച്ചു പോകരുത്. ഈ കർത്താവിൽ മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.